നമസ്കാരം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉപദേശമോ പിശവോ? പ്രിയ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം പ്രശസ്തനായ ഒരു ദേവദാസൻ സംസാരിച്ച പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പ് മിക്ക ഫേസ്ബുക്ക് പേജുകളിലും കിടക്കുകയാണ്. പലരും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: കർത്താവിന്റെ ദാസിയായ മറിയിൽ നിന്ന് മുലപ്പാൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് വീണ്ടെടുപ്പാൻ യോഗ്യനല്ല. കർത്താവിന്റെ ദാസിയായ മറിയെക്കുറിച്ച് പെന്തക്കോസ്തുകാർ അപമാനിക്കുന്നു എന്ന് പറയുന്ന കാലങ്ങളായി നിൽക്കുന്ന വാദത്തിന് തികച്ചും ആക്കം കൊടുക്കുന്നതാണ്. വീണ്ടും വീണ്ടും വിമർശിക്കുവാൻ, പെന്തക്കോസ്തുകാരെ വിമർശിക്കാൻ ഇര ഇട്ടുകൊടുക്കുകയാണ് നാമധേയ ക്രൈസ്തവരായിരിക്കുന്ന കത്തോലിക്കർക്കും ഓർത്തഡോക്സുകാർക്കും പാരമ്പര്യവാദികൾക്കും. എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: ആരുടെയും രക്തം യേശു ക്രിസ്തു സ്വീകരിച്ചിട്ടില്ല. എന്താണ് മറിയെക്കുറിച്ച് പറയുന്നത്? തികച്ചും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു പിശവുണ്ടായതാണ്. അദ്ദേഹം അങ്ങനെ ഒരു ഉപദേശം പറയുന്ന വ്യക്തിയെ അല്ല. മറിയെക്കുറിച്ച് എന്താണ് ബൈബിൾ പറയുന്നത്? ബൈബിൾ ഇങ്ങനെ പറയുന്നു. മത്തായി സുവിശേഷം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വംശപാരമ്പര്യം പറയുമ്പോൾ: അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് 12 ഗോത്രങ്ങളിലെ പിതാക്കന്മാരെ ജനിപ്പിച്ചു. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ജനിപ്പിച്ചു എന്നല്ല, അവൻ ജനിച്ചു എന്നാണ് പറയുന്നത്. മറിയെക്കുറിച്ച് പറയുന്നത് അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായത് കണ്ടു എന്നാണ്. മാത്രമല്ല, അവൻ പ്രസവ സമയമെടുത്തപ്പോൾ യാത്രയിലായിരുന്നവർ, ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: അവർ വഴിയമ്പലത്തിൽ കിടത്താൻ സ്ഥലമില്ലാത്തത് കൊണ്ട് കാലിത്തൊഴുത്തിൽ പശുത്തൊട്ടിയിൽ കിടത്തി ക്രിസ്തുവിനെ എന്നാണ്. എന്നാൽ ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ കർത്താവിന്റെ ദാസി എന്നാണ് മറിയ തന്നെ കുറിച്ച് തന്നെ അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അദ്ദേഹം പറയുന്ന ആ വീഡിയോയിൽ ഒരു തെറ്റായ ഒരു ഉപദേശമുണ്ടെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധമാണ്, ഒരു അമളിയാണ് ആ വാക്കെന്നാണ്. കാരണം രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ അതേ ആശയത്തെ പൂർത്തീകരിക്കുന്നു പറയുന്നുണ്ട്: ആരുടെയും രക്തം യേശുക്രിസ്തുവിൽ ഇല്ല, അങ്ങനെ വന്നാൽ യേശുക്രിസ്തുവിന് നമ്മെ വീണ്ടെടുക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു തെറ്റായ ഒരു പിശവാണ് എന്ന് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അദ്ദേഹം തിരുത്തുമെന്ന് വിശ്വസിക്കുന്നു. തിരുത്തില്ല തികച്ചും അത് ക്രിസ്തീയ സമൂഹത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമേ അല്ല. നമുക്ക് ആദ്യം അദ്ദേഹത്തിന്റെ ആ വീഡിയോ കേൾക്കാം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. അതെന്താ? മുലപ്പാലില്ലാഞ്ഞതുകൊണ്ട്. അതെന്നാ? കന്യകയായതുകൊണ്ട്. കന്യക ഗർഭിണിയായ മകനെ പ്രസവിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു കന്യക മറിയാമിന്റെ മുലപ്പാൽ കുടിച്ചു വളർന്നിരുന്നെങ്കിൽ ആ രക്തം എന്നെ വീണ്ടെടുക്കാൻ കൊള്ളത്തില്ല. മനസ്സിലായോ പറഞ്ഞത്? ആരുടെയും രക്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ രക്തം എന്റെ യേശുവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല. ഒന്നാമത്തെ ഭാഗം കേൾക്കുമ്പോൾ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്: മറിയുടെ മുലപ്പാൽ യേശു ക്രിസ്തു കുടിച്ചിട്ടില്ല എങ്കിൽ ദൈവപുത്രൻ കുടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ആരുടെയും രക്തം യേശുക്രിസ്തുവിൽ ഇല്ല, അങ്ങനെ വന്നാൽ യേശുക്രിസ്തുവിന് വീണ്ടെടുക്കാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ ഭാഗം കറക്റ്റാണ്. എന്നാൽ ഒന്നാമത്തെ ഭാഗം അദ്ദേഹം പിശവ് പറ്റിയെങ്കിൽ അത് തിരുത്തി പറയണം. അതല്ലാന്നുണ്ടെങ്കിൽ അത് വലിയൊരു ദുരുപദേശമാണ്. കാരണം നമ്മുടെ കർത്താവ് പാപമൊഴികെ അവൻ നമുക്ക് തുല്യനായിരുന്നു. ബൈബിൾ ഇങ്ങനെ പറയുന്നു: അവൻ ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു. ത്രിയേക ദൈവമാകുന്ന കർത്താവിൽ പുത്രനായവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നു, ദൈവം ഈ ലോകത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കാത്തവരെല്ലാം അന്തിക്രിസ്തുക്കളാണ്, വ്യാജന്മാരാണ് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമാണ്. പ്രസവിച്ച മറിയ കന്യക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെങ്ങനെയാകും? പ്രസവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കന്യകയാകും? ആദ്യജാതനായ ദൈവപുത്രനെ ജനിപ്പിച്ച ശേഷം മറിയയ്ക്ക് വീണ്ടും കുഞ്ഞുങ്ങളുണ്ടായെന്ന് ബൈബിൾ പറയുന്നുണ്ട്. കാരണം കർത്താവിന്റെ സന്നിധിയിൽ അമ്മയും സഹോദരങ്ങളും കാണാൻ വന്നിരിക്കുന്നു എന്ന് യേശുവിനോട് പറയുമ്പോൾ എന്റെ അമ്മയും സഹോദരങ്ങളും എന്ന് പറയുന്നത് ദൈവവചനം വിശ്വസിക്കുന്നവരാണെന്ന് കർത്താവ് അവരോട് മറുപടി പറയുന്നുണ്ട്. തികച്ചും അദ്ദേഹം മനഃപൂർവ്വമായി ഇത് പറഞ്ഞെങ്കിൽ ഇത് വേദപുസ്തക പ്രകാരം അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം നമ്മുടെ കർത്താവ് പാവമില്ലാത്ത ശരീരത്തോടു കൂടി, നമുക്ക് പാപത്തിന് ബലിഹീനം വന്ന ശരീരത്തോടു കൂടി അവൻ വിശപ്പുള്ളവനായി,
ദാഹമുള്ളവനായി മരണം അനുഭവിക്കാൻ കഴിയുന്ന ശരീരവുമായി അവൻ ലോകത്തിൽ വെളിപ്പെടുകയായിരുന്നു. അല്ലാതെ മറിയയുടെ പാല് കുടിച്ചത് കൊണ്ട് യേശുക്രിസ്തു പാപിയാകുകയില്ല. മാത്രമല്ല, മറിയ കൊടുത്ത ആഹാരം കഴിച്ചത് കൊണ്ടോ, ഈ ലോകത്തിലെ വായു ശ്വസിച്ചത് കൊണ്ടോ, ഈ ലോകത്തിലെ ഭക്ഷണം കഴിച്ചത് കൊണ്ടോ യേശുക്രിസ്തു ഒരിക്കലും വീണ്ടെടുപ്പാൻ അയോഗ്യനായി തീരുന്നില്ല. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ അവൻ സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായിരുന്നു. സമ്പൂർണ്ണ മനുഷ്യനായ മാത്രമേ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയുകയുള്ളൂ. അവൻ കഴിച്ച ഭക്ഷണത്തിൽ കൂടി അല്ല പാപം മനുഷ്യനിൽ പ്രവേശിക്കുന്നത്. ബൈബിൾ പറയുന്നു, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. യേശുക്രിസ്തു ഇവനെ ആരും ജനിപ്പിച്ചതല്ല. അവനെ ജനിപ്പിച്ചവനായിരുന്നെങ്കിൽ അവൻ പാപിയാകുമായിരുന്നു, അവനിൽ പാപം ഉണ്ടാകുമായിരുന്നു, ആദാമേ പാപം അവനിൽ പ്രവേശിക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് വംശമായുധത്തിൽ പറയുന്നത് അവൻ ജനിച്ചവനാണ്, അവൻ വെളിപ്പെട്ടവനാണ്, അവൻ ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമെടുത്തു, അവൻ ഈ ലോകത്തിലേക്ക് വന്നു. ബൈബിൾ പറയുന്നു, വളരെ കൃത്യമായി പറയുന്നു, അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ്. അതുകൊണ്ട് ദേവദാസൻ പറഞ്ഞത് തികച്ചും അത് അബദ്ധമാണെങ്കിൽ അബദ്ധമായി തന്നെ പോട്ടെ. അതല്ല, അത് നിങ്ങൾ ഉപദേശമായി പറയുന്നെങ്കിൽ അത് അബദ്ധമാണെങ്കിൽ അബദ്ധമായി നിങ്ങൾ പറയുക. അതല്ല, അത് ഉപദേശമാണെങ്കിൽ അത് തികച്ചും തെറ്റാണ്. നമ്മുടെ കർത്താവ് സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനും ആയിരുന്നു. പാപമൊഴികെ അവൻ നമുക്ക് തുല്യനായിരുന്നു. ഭക്ഷണത്തിലല്ല പാപം കയറുന്നത്. അവനെ ജനിപ്പിച്ചിരുന്നെങ്കിൽ അവനിൽ പാപമുണ്ടായിരുന്നു. അവൻ ജനിച്ചവനാണ്. തികച്ചും മറിയയുടെ പാല് കുടിച്ചതുകൊണ്ടോ, മറിയിൽ നിന്ന് ജനിച്ചതുകൊണ്ടോ, അവർ കൊടുത്ത ഭക്ഷണം കഴിച്ചതുകൊണ്ടോ ഒന്നും യേശുക്രിസ്തുവിൽ പാപം കയറുന്നില്ല. ജനിപ്പിച്ചെങ്കിൽ പാപം കയറുമായിരുന്നു, ജനിച്ചവനിൽ പാപമില്ല. നിങ്ങൾ പറഞ്ഞത് പിശവാണെങ്കിൽ അത് തിരുത്തുക. അതല്ല ഉപദേശമാണെങ്കിൽ അത് വേദവസ്തു വിരുദ്ധമാണ്. എനിക്ക് തോന്നുന്നു ഒരു പിശവാണെന്ന് തോന്നുന്നു, അദ്ദേഹം തിരുത്തും. അപ്പോൾ നമ്മുടെ കർത്താവ് സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനും പാപം ഒഴികെ അവൻ നമുക്ക് സദൃശനായിരുന്നു. അവൻ വീണ്ടെടുക്കുവാൻ പാവമില്ലാത്തവനായി പാപികളെ തേടി ഈ പാവലോകത്തിൽ വന്ന് ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവ് നീതീകരിക്കപ്പെട്ടു. അവൻ നമ്മളെ പാപത്തിൽ നിന്ന് വിലക്കി വാങ്ങി. അവൻ സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമാണ്. മറിയുടെ മുലപ്പാൽ കുടിച്ചതുകൊണ്ടോ ഭക്ഷണം കഴിച്ചതുകൊണ്ടോ അവന്റെ വീണ്ടെടുപ്പിന് യാതൊരു തടസ്സവും നിൽക്കുന്നില്ല. ജനനമാണ് പാപത്തെ നിശ്ചയിക്കുന്നത്. ഗോഡ് ബ്ലസ് യു.